ഈ പെരിയാർ ഇരട്ടക്കൊലപാതകം മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിച്ച ഒരു വലിയ സംഭവമാണ്. ഇത് രണ്ട് ചെറുപ്പക്കാരെ, അത് കൗമാരപ്രായം കൊണ്ട് കഴിഞ്ഞതേ ഉള്ളൂ, അവർ ശരത്ലാലും കൃപേഷും അവർ അതിദാരുണമായി കൊല്ലപ്പെടുകയാണ് ഉണ്ടായത്. അവർ യഥാർത്ഥത്തിൽ KSUവിൻ്റെ പ്രവർത്തകരായിരുന്നു ഈ കുട്ടികൾ. അപ്പോൾ രാഷ്ട്രീയ വിരോധമാണ്, അല്ലാതെ വ്യക്തിവിരോധമൊന്നുമല്ല. അതുകൊണ്ട് അവരെ അങ്ങ് കൊലപ്പെടുത്തിയതാണ്. നിഷ്ഠുരമായുള്ള കൊലപാതകം. അവിടുത്തെ ലോക്കൽ സപ്പോർട്ടോടു കൂടിയുള്ള CPM ആണ് അതിൻ്റെ ആളുകളാണ് എന്ന് തെളിഞ്ഞു. അപ്പോൾ ഇത് പോലീസിന് തന്നെ അന്വേഷിച്ച് നോക്കൂ, കേരള പോലീസിന്. അപ്പോൾ ഈ കുട്ടികളുടെ മാതാപിതാക്കൾക്കറിയാം ഇത് പോലീസ് അന്വേഷിച്ചാൽ എവിടെ പോയി നിൽക്കും എന്നുള്ളതിനെ കുറിച്ചൊരു ഊഹമുണ്ട്. അപ്പോൾ അവർ ആദ്യം തന്നെ പെട്ടെന്ന് തന്നെ ഒരു 3 ദിവസം കഴിഞ്ഞപ്പോഴത്തേക്ക് സർക്കാർ അന്ന് ക്രൈംബ്രാഞ്ചിലേക്ക് അന്വേഷണം അങ്ങ് മാറ്റിക്കൊടുത്തു. ക്രൈംബ്രാഞ്ച് എന്ന് പറയുന്നത് സാധനം എന്ന് പറയുന്നത് എന്താണെന്ന് എല്ലാവർക്കും അറിയാം. ലോക്കൽ പോലീസ് വേണ്ടാത്ത ആളുകളെ കൊണ്ട് തള്ളുന്ന ഒരു സ്ഥലമാണ് ക്രൈംബ്രാഞ്ച്. അപ്പോൾ അതുകൊണ്ട് ഒരു പ്രയോജനം ഉണ്ടാകത്തില്ലെന്ന് അവർക്കറിയാവുന്നതുകൊണ്ട് അവർ CBI അന്വേഷണം ആവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതിയുടെ സിംഗിൾ ബെഞ്ച് അത് ഈ അന്വേഷണം CBIക്ക് കൊടുക്കണം എന്ന് ഓർഡർ ചെയ്തു. അതിൻ്റെ പുറത്ത് ഡിവിഷൻ ബെഞ്ചിൽ കൊണ്ടുവന്ന് അപ്പീൽ കൊടുത്തു. യഥാർത്ഥ ഡിവിഷൻ ബെഞ്ചിൽ ഈ അപ്പീൽ നിൽക്കുന്നതല്ല. മലബാർ ഏരിയയിൽ അങ്ങനെ ഒരു സംഭവം ഉണ്ട്, നിൽക്കുകയല്ല അത് യഥാർത്ഥത്തിൽ. അതിന് വേറെ ജഡ്ജ്മെൻറ്റുകൾ തന്നെ ഉണ്ട്, 1-2 ജഡ്ജ്മെൻറ്റുകൾ തന്നെ ഉണ്ട്, നിലനിൽക്കുകയല്ല എന്നുള്ളത്. പക്ഷേ അത് ഡിവിഷൻ ബെഞ്ച് അപ്പീൽ തള്ളി. അപ്പോൾ സുപ്രീം കോടതി അഭിഭാഷകരെ ഇറക്കുമതി ചെയ്താണ് ഇതൊക്കെ ചെയ്യുന്നത്. ഇതും CPMൻ്റെ പണമല്ല, ഗവൺമെൻറ്റിൻ്റെ പണമാണ് ഉപയോഗിക്കുന്നത്. കാരണം CPM ഗുണ്ടകളെ രക്ഷപ്പെടുത്താനായിട്ട് ഗവൺമെൻറ് തന്നെ മുന്നിട്ടിറങ്ങാണ്, അതാ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ പുറത്ത് സുപ്രീം കോടതിയിൽ പോയി. അവിടെയും അതേപോലെ മുന്തിയ അഭിഭാഷകരെ ഏർപ്പാട് ചെയ്തു കേട്ടോ. ഇതൊക്കെ വെറുതെ അല്ല, ലക്ഷങ്ങൾ എണ്ണി കൊടുത്തതാണ് കേട്ടോ. അങ്ങനെ കോടികൾ ചിലവാക്കിയാണ് അവിടെ നിന്ന് തോൽവി വാങ്ങിച്ചു ഗവൺമെൻറ്. വാങ്ങിച്ചതിന് ശേഷമാണ് ഇപ്പോൾ ഈ കൊലക്കേസ് CBI അന്വേഷിച്ചതും CBI കുറ്റപത്രം കൊടുത്തതും. CBI അന്വേഷിച്ച് കുറ്റപത്രം കൊടുത്തപ്പോൾ അതിനകത്ത് പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ഇതിലെ 2ാം പ്രതിയെ ബലമായിട്ട് മോചിപ്പിച്ചുകൊണ്ട് പോയൊരു മഹാനുണ്ട്. മുൻ ഉദുമ MLA ആണ് അദ്ദേഹം. അയാളെ പോലീസ് കസ്റ്റഡിയിൽ നിന്ന് ബലമായിട്ട് പോയി. ഇവർക്ക് എന്ത് ചെയ്യാമല്ലോ, കാരണം പോലീസുകാർ നോക്കി കുത്തികളായിട്ട് നിൽക്കുകയുള്ളൂ. അവിടെ ചെന്ന് അവനെ പിടിച്ചിറക്കി കൊണ്ടുപോയി 2ാം പ്രതിയെ. നേരിട്ട് കൊലപാതകത്തിൽ പങ്കുള്ളവനാണ് ഈ 2ാം പ്രതി. അപ്പോൾ ഈ MLA കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുണ്ട്. അത് 201 മാത്രമേ ഉള്ളൂ, ഈ മോചിപ്പിച്ചുകൊണ്ട് പോയത് മാത്രമേ ഉള്ളൂ, അതോ വേറെ എന്തെങ്കിലും ഉണ്ടോ, ഇനി ഗൂഢാലോചനയിൽ അയാൾക്ക് പങ്കുണ്ടോ ഇല്ലയോ എന്നുള്ളത് വല്ല കണ്ടെത്തലുണ്ടോ ഇല്ലയോ എന്നുള്ളത് ഞാൻ ജഡ്ജ്മെൻറ്റ് കണ്ടില്ല. അതിൻ്റെ വിശദവിവരങ്ങൾ നോക്കി അത് പറയാൻ പറ്റുന്നുള്ളൂ. പക്ഷേ അത് ഇങ്ങനെയുള്ള ഒരു സംഭവം ഉണ്ടാകുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ അതിൽ 10 പ്രതികളെ വെറുതെ വിട്ടെന്ന് പറയുന്നു. അതായത് ഈ ഗൂഢാലോചന കുറ്റം ചുമത്തപ്പെടുന്ന പ്രതികൾ, അവരുടെ ഈ റോള് തെളിയിക്കാൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഈ ഗൂഢാലോചന നടത്തുന്നവന്മാർ ഇത് വളരെ രഹസ്യമായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാര്യമാണ്. ഇത് മൈക്ക് കെട്ടി വെച്ച് വിളിച്ചു പറഞ്ഞിട്ട് ഞങ്ങൾ ഗൂഢാലോചന നടത്തുന്നെന്നും പറഞ്ഞ് ഒരുത്തിനും പോകാറില്ല. വളരെ രഹസ്യമായിട്ട് വളരെ സീക്രസി നടത്തുന്ന ഒരു കാര്യമായതുകൊണ്ട് അതിന് എവിഡൻസ് കളക്ട് ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടാണ്. ഇവരുടെ വല്ല മീറ്റിംഗ് ഉണ്ടായിരുന്നു, മീറ്റിംഗ് ഓഫ് മൈൻഡ്സ് ഇവരുടെ ഉണ്ടായിരുന്നു എന്നുള്ളതിന് എന്തെങ്കിലുമൊക്കെ സാഹചര്യ തെളിവുകളെങ്കിലും വേണം. അതില്ലെങ്കിൽ കോടതികൾക്ക് ഈ ഗൂഢാലോചനയിൽ ഉള്ള കാര്യം, ഗൂഢാലോചന 120B അതൊന്നും ശിക്ഷിക്കാനൊക്കത്തില്ല, വലിയ ബുദ്ധിമുട്ടാണ്. പിന്നെ അതിനൊക്കെ വേണം, അതിനെ ഒരു ചെറിയ മറികടക്കെന്ന് പറഞ്ഞാൽ ഹിയർസേ എവിഡൻസ്, അതായത് ഒരാൾ പറഞ്ഞു കേൾക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് തെളിവല്ല. പക്ഷേ അത് യഥാർത്ഥത്തിൽ ഈ ഗൂഢാലോചനയ്ക്ക് കോൺസ്പിറസിക്ക് വരുമ്പോൾ അതും തെളിവായിട്ട് എടുക്കാമെന്നുള്ളതുണ്ട്. പക്ഷേ എന്നാലും അതൊക്കെ വലിയ ബുദ്ധിമുട്ടാണ്, തെളിവ് കിട്ടത്തില്ല. അതുകൊണ്ടായിരിക്കാം ശേഷാദ്രിനാഥൻ ഇവരെ 10 പ്രതികളെ വെറുതെ വിട്ടേക്കുന്നത്. നല്ലൊരു ഓഫീസറാണ്, എൻ്റെ കീഴിൽ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്, എനിക്കറിയാം. അപ്പോൾ നോക്കി ചെയ്യുന്ന ആളാണ്. അതുകൊണ്ടായിരിക്കാം തെളിവ് കാണത്തില്ല. തെളിവില്ലാതെ ഒരാൾക്ക് ശിക്ഷിക്കാൻ പറ്റൂ. അപ്പോൾ അതിന് നമ്മൾ കുറ്റം പറഞ്ഞുകൊണ്ട് കാര്യമില്ല, തെളിവുള്ളതിന് മാത്രമേ ശിക്ഷിക്കാൻ ഒക്കുള്ളൂ. പിന്നെ ഈ ഉദുമ MLA ആണ് പ്രതികളെ, 2ാം പ്രതിയെ വന്ന് ബലമായിട്ട് പോലീസ് സ്റ്റേഷനിൽ നിന്ന് മോചിപ്പിച്ചുകൊണ്ട് പോയ കക്ഷിയാണ്. അയാളും കുറ്റക്കാരനാണെന്ന് കണ്ടിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ളൊക്കെ രാഷ്ട്രീയക്കാരാണ് ഇതിനകത്ത് മുഴുവൻ. അതായത് CPMൻ്റെ ഏരിയ കമ്മിറ്റി മെമ്പർമാരും അവരും ഒക്കെ ആയിരുന്ന ആളുകളും സെക്രട്ടറിയും ഒക്കെ ആയിരുന്നു ഇവരൊക്കെ പലരും. അപ്പോൾ CPMന് ഡയറക്റ്റ് ബന്ധമില്ല എന്ന് ഇനിയെങ്കിലും പറയാൻ പറ്റും എന്ന് നമുക്ക് സങ്കല്പിക്കാൻ പോലും ആവത്തില്ല. മുൻ CPMൻ്റെ MLA ഇതിനകത്ത് ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ് കേട്ടോ, ജാമ്യത്തിലായിരുന്നു, ഇപ്പോൾ ശിക്ഷിക്കപ്പെട്ട പ്രതിയാണ്. അപ്പോൾ
ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല ഈ മുൻ MLA ഇങ്ങനെ ഇത്രത്തോളം ബന്ധമുണ്ടപ്പോൾ CPM-ന് ബന്ധമില്ല എന്ന് ആർക്കും ഇത് പറയാൻ പറ്റില്ല. ആ രീതിയായി. ഏതായാലും അത് ഒരു സ്വാഗതാർഹമായ കാര്യമാണ്. കാരണം CPM എന്നുള്ള ഒരു ലേബൽ ഉണ്ടെങ്കിൽ എന്ത് തോന്നിവാസം കാണിക്കാം എന്നുള്ളൊരു ധാരണ ഇവർക്കൊക്കെ ഉണ്ട്. ഈ ധാർഷ്ട്യം ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ചിന്തിക്കാൻ ഒക്കുന്നതിനുമൊക്കെ അപ്പുറത്തെ കാര്യങ്ങളാണ് നടക്കുന്നത്. ഇതാണ് ഇന്നത്തെ രാഷ്ട്രീയം എന്ന് പറയുന്നത്. മുഴുവൻ കാപട്യം. ഇങ്ങനെയുള്ളവന്മാർ ജനങ്ങൾ വോട്ട് കൊടുത്ത് ജയിപ്പിച്ചു വിടുകയും ചെയ്യും. അതാണ് ഈ 2 കുട്ടികളെ ഈ കൊലപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ആ നഷ്ടം ആർക്കാണ് യഥാർത്ഥത്തിൽ? ഈ സമൂഹത്തിനും ആ കുട്ടികളുടെ വീട്ടുകാർക്കും അല്ലേ, ആ മാതാപിതാക്കൾക്കല്ലേ, അവരുടെ സഹോദരങ്ങൾക്കല്ലേ നഷ്ടം എന്ന് പറയുന്നത്. നമുക്ക് നാടിൻ്റെ യഥാർത്ഥത്തിൽ സമ്പത്തായി മാറാവുന്ന വിധത്തിലുള്ള 2 കുട്ടികൾ, 2 പേര്, അവർ നാടിന് ഒരുപാട് അവർക്ക് അവരെ കൊണ്ട് ഉപയോഗമുള്ളതാണ്. ഓരോ മനുഷ്യനെ കൊണ്ടും നമുക്ക് ഉപയോഗമുള്ളതാണ് നാട്ടിൽ, ഈ സമൂഹത്തിന്. അതില്ലാതാക്കിയ ഈ പ്രതികൾക്ക് യഥാർത്ഥത്തിൽ അവരെ ശിക്ഷിക്കേണ്ടത് അത്യന്താപേക്ഷിതമായ കാര്യമാണ്. 1 മുതൽ 8 വരെ പ്രതികളാണ് ഇതിൽ നേരിട്ട് പങ്കെടുത്ത ആളുകൾ. ബാക്കിയുള്ള ആളുകളൊക്കെ ഗൂഢാലോചനയും ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ്. ഇതിൽ 6 പേരും യഥാർത്ഥത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതാക്കളാണ്. അതായത് ഏരിയ കമ്മിറ്റി അംഗം, അതുപോലെ സെക്രട്ടേറിയറ്റ് അംഗം ഉൾപ്പെടെ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് തുടങ്ങിയ ആളുകളാണ്. ഏതായാലും ആ വിധിയെ നമുക്ക് സ്വാഗതം ചെയ്യാം. മാർക്സിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇനിയെങ്കിലും നിങ്ങളൊന്ന് കണ്ണു തുറന്ന് കാണണം. ഇതുപോലുള്ള കൊലപാതകങ്ങൾ വെച്ചു ഉറപ്പിക്കില്ല ഈ നാട്ടിലെന്ന്. ഒരു കാലത്ത് നിങ്ങൾക്ക് ഈ കൊലപാതകം നടത്തിയിട്ട് നിങ്ങൾ സ്വന്തമായിട്ട് അന്വേഷിച്ച് അങ്ങ് എഴുതി തള്ളുന്ന ഒരു പരിപാടി ഉണ്ടായിരുന്നു. നവീൻ ബാബുവിൻ്റെ കണ്ടല്ലോ. ഇപ്പോൾ ഇതുവരെയും CBIയുടെ അന്വേഷണത്തിന് ഇത് ഗവൺമെന്റ് മുമ്പിട്ട് ഇറങ്ങുന്നില്ല. അതിന് പല്ല് നഖം ഉപയോഗിച്ച് ചേർത്തുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ കുടുംബത്തിനോടൊപ്പമാണ് എല്ലാവരും. ഈ ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ആളുകൾ തന്നെ കൊലപ്പെടുത്തുകയോ ഇവർ മൂലം മരണപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ ഉടനെ ഇവർ ആ കുടുംബത്തിനോടൊപ്പമാണെന്ന് അങ്ങ് ഡിക്ലെയർ ചെയ്യും. മനസ്സിലായില്ലേ? പ്രതികൾക്ക് വേണ്ട എല്ലാ സഹായം ചെയ്തു കൊടുക്കും. കേസ് നടത്താനും എല്ലാ ഇടപാടും. 5 പൈസ പ്രതികളെ ചെലവാക്കേണ്ട കാര്യം വരത്തില്ല. ഗവൺമെന്റ്, ഇവിടുത്തെ ഈ ഗവൺമെന്റ് ചെലവാക്കിയ പണമുണ്ടല്ലോ, യഥാർത്ഥത്തിൽ CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ ഇന്ന് തിരിച്ചുകൂടെ അത് നടക്കുന്നില്ലല്ലോ. കാരണം ഗവൺമെന്റ് അല്ലേ ഈ അപ്പീൽ കൊടുത്തതുമൊക്കെ. ഗവൺമെന്റ് യഥാർത്ഥത്തിൽ ഈ ചെയ്ത അഴിമതിക്ക്, ഇത് നഗ്നമായ അഴിമതിയാണ് ഈ നടന്നേക്കുന്നത്. ഇതിനൊക്കെ CBI അന്വേഷിക്കുന്നതിന് ഇവർക്ക് എന്താ നഷ്ടം? കേസ് തന്നെ അന്വേഷിക്കാൻ പാടില്ല എന്നിവരൊരു കാഴ്ചപ്പാട് അങ്ങ് എടുക്കുകയാണ്. കേസ് അന്വേഷിക്കേണ്ട, അവർ കേരള പോലീസ് അന്വേഷിച്ചാൽ മതി, അല്ലെങ്കിൽ അവരുടെ ക്രൈംബ്രാഞ്ച് മതി, വേറെ ആരും അന്വേഷിക്കാൻ പാടില്ല എന്നൊരു കാഴ്ചപ്പാട് ഗവൺമെന്റ് എന്തിനെടുക്കുന്നു? ഇത് വെറും കോമൺ സെൻസ് അല്ലേ? സാധാരണ സാമാന്യ ബുദ്ധിക്ക് നിരക്കാത്ത കാര്യമല്ലേ ഇവിടെ നടക്കുന്നത്? അതായത് അതിനുവേണ്ടി തർക്കിക്കുക, അത് നടത്താതിരിക്കുക, എവിഡൻസ് എങ്ങനെയെങ്കിലും ഷട്ട് ഡൗൺ ചെയ്യുക, ആ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കാര്യങ്ങൾ. നവീൻ ബാബുവിൻ്റെ കാര്യത്തിൽ കോടതി വിധി വരാനിരിക്കുന്നതേ ഉള്ളൂ. അതിനെന്ത് വരുന്നെന്ന് നമുക്ക് വരുമ്പോൾ കാണാം. പക്ഷെ ഇന്ന് ഈ സംഭവം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ഒരു മാർക്സിസ്റ്റ് പാർട്ടിക്ക് കണ്ണു തുറക്കാനുള്ള ഒരു സംഭവമായിട്ട് മാറണം. അവർ പ്രതിക്കൂട്ടിലാണ് ഈ മാർക്സിസ്റ്റ് പാർട്ടി. കാരണം ഒരുപാട് കൊലപാതകങ്ങൾ നടന്നു. അരീൽ ഷുക്കൂർ, അതുപോലെ എത്രയോ പേരെയാണ്, ഷുഹൈബ് തുടങ്ങി എത്രയോ പേരെയാണ് ഈ കൊലപ്പെടുത്തിയിട്ടുള്ളത്. നിങ്ങൾ തന്നെ, നിങ്ങളുടെ കോടതിയുണ്ട്, വയലിൽ വെച്ച് പരസ്യമായിട്ട് അവരെ വിചാരണ നടത്തിയിട്ട് വെട്ടിക്കൊലപ്പെടുത്തുക. എന്നിട്ട് ഞങ്ങൾ അവിടെ ആയിരുന്നു, ഇവിടെ ആയിരുന്നു, ഞങ്ങൾ ആശുപത്രി ഇരുന്നെന്നൊക്കെ നേതാക്കന്മാർ പറയുക. അപ്പോൾ ഏതായാലും അതിനകത്തൊക്കെ പിടുത്തം വീണിട്ടുണ്ട്, ബുദ്ധിമുട്ടാണ്. ഇനിയുള്ള കാലത്ത് നിങ്ങൾ മനസ്സിലാക്കണം, പണ്ടുള്ളതുപോലെ നിങ്ങൾക്ക് ഇറങ്ങിപ്പോകാൻ പറ്റത്തില്ല, ബുദ്ധിമുട്ടായിരിക്കും. കാരണം കുറച്ചെങ്കിലും നട്ടലുള്ള ആളുകൾ നാട്ടിലുണ്ട്, അതുപോലെ ജുഡീഷ്യൽ ഓഫീസേഴ്സ് ഉണ്ട്, പിന്നെ CBI പോലുള്ള അന്വേഷണ ഏജൻസികളുണ്ട്. ഓരോ ചില കാര്യങ്ങളിലൊക്കെ നിങ്ങളോടൊപ്പം ഒക്കെ അവർ നിൽക്കുമെങ്കിലും ഇങ്ങനെയുള്ള കാര്യത്തിൽ, ഈ കൊലക്കേസിൻ്റെ കാര്യത്തിലൊന്നും അങ്ങനെ അധികം അങ്ങ് വിട്ട് അവർ പെരുമാറത്തില്ല. അതിനകത്ത് ആർജമുള്ള ഉദ്യോഗസ്ഥർ കുറേ ഉണ്ടെന്നൊന്ന് തിരിച്ചറിയണം. ഇനി ആയാലും ഈ കേരള പോലീസിനെ കൊണ്ട് ഇവിടുത്തെ വന്ന് ഒരു കൊലക്കേസും അന്വേഷിപ്പിക്കാൻ വയ്യാത്ത ഒരു രീതിയിലേക്ക് ഇപ്പം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് സാഹചര്യങ്ങൾ. അതായത് രാഷ്ട്രീയ ബന്ധമുള്ള ഒരു കൊലക്കേസും ഈ കേരള പോലീസ് അന്വേഷിക്കാൻ പറ്റാത്ത ഒരു വിധത്തിലേക്ക് അത്രത്തോളം നാണം കെട്ടിരിക്കുന്നു കേരള പോലീസ്. അതാദ്യം തിരിച്ച് അറിയണം, മനസ്സിലാക്കണം. ഇതാ വേണ്ടത്. ഗവൺമെന്റ് ഏതായാലും ഇത് പ്രതിക്കൂട്ടിലാണ്. കാരണം ഇത്രത്തോളം പണം, ജനങ്ങളുടെ പണം, പൊതു ഖജനാവിൽ നിന്ന് എടുത്ത് ചെലവാക്കിയേക്കുന്ന പണം, അതിന് നിങ്ങൾ സമാധാനം പറയണം.